നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമ്മുടെ ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് പൊക്കി എന്നുള്ള എക്സ്ക്ലൂസീവ് ന്യൂസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് ഹണി റോസ് ആൻഡ് നമ്മുടെ ബോബി സെലിബ്രിറ്റിയാണ്. ഹണി റോസ് സെലിബ്രിറ്റിയാണ്. ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയിൽ ഹണി റോസ് വരികയും ഹണി റോസ് ആ പരിപാടിയിൽ വെച്ചിട്ട് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ കുന്തി ദേവിയുമായിട്ട് ഹണി റോസിനെ ഒന്ന് താരതമ്യം ചെയ്തിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ പല വാക്കുകളിലും ഈ ഡബിൾ മീനിങ് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു പെണ്ണ് ഫോൺ ചെയ്യപ്പോഴത്തേക്ക് 916 വാള ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. ശരിക്കും അത് സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട്, ഒരുപാട് പ്ലസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. ഈ അബ്ദുൾ റഷീദിന്റെ വിഷയത്തിന് വേണ്ടി അത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ ബോബി ചെമ്മണ്ണൂർ സാധിച്ചിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടി അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഈ ദ്വയാർത്ഥ പദം അല്ലെങ്കിൽ ഈ ഡബിൾ മീനിങ് ഉള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് അത് ശരിക്കും അത് സ്ത്രീകളുള്ളപ്പോൾ അല്ലെങ്കിൽ പൊതുവേദികളിലൊക്കെ അത് ചെയ്യുമ്പോഴത്തേക്ക് അത് മോശം എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ആ ഒരു സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയിൽ ഹണി റോസിനെ കുന്തി ദേവിയുമായിട്ട് ഉപമിച്ച സമയത്ത് ഹണി റോസിന് പ്രതികരിക്കാൻ വരുന്നത്. കാരണം ഹണി റോസ് ഒരു സെലിബ്രിറ്റിയാണ്. പ്രത്യേകിച്ച് ഹണി റോസ് എല്ലാത്തിലും ഇടപെടുന്ന ഒരാളാണ്. ഇപ്പം ഈ അമ്മയെ തല്ലിയ 2 ഭാഗം സംസാരിക്കുമല്ലോ അല്ലേ, അവർ ചെയ്തത് ശരിയാണെന്ന് പറയും, ഇവർ നടക്കുന്നത് ശരിയാണെന്ന് പറയും. എന്നാൽ ഹണി റോസിനെതിരെ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വൾഗർ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. കാരണം അവർ ധരിക്കുന്ന വസ്ത്രരീതി ശരിയല്ല, അവരുടെ ബോഡി ഷേമിങ് ചെയ്തിട്ടുള്ള ഒരുപാട് കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. ഒരാളുടെ വസ്ത്രം ധരിക്കുന്നത് അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, നമ്മൾ എന്ത് കഴിക്കണ്ട എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം അത് ആരാണെന്ന്. ഒപ്പം ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് നടന്നിട്ടുള്ളൊരു വിഷയമാണ്. എന്നാൽ ഇപ്പോഴാണ് നമ്മുടെ ഹണി റോസ് പോലീസ് പരാതിപ്പെട്ടത്. കാരണം അത് പെടാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഇന്റർവ്യൂയിലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഇതേപോലെ തന്നെ ഡബിൾ മീനിങ്ങോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂർ മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിർത്താത്തത് കൊണ്ടാണ് ഇപ്പോൾ ഹണി റോസ് പരാതിപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാലാ പാർവതിയും നമ്മുടെ രാഹുൽ ഈശ്വറും എല്ലാം മാതൃഭൂമിയിൽ ഒരു ചർച്ച വന്നിട്ടുണ്ട്. ആ ചർച്ചയിൽ രാഹുൽ ഈശ്വർ ഈ ബോബി ചെമ്മണ്ണൂറിനെ ഒന്ന് വെള്ള പൂശാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ തെറ്റ് ആര് കാണിച്ചാലും അത് തെറ്റെന്ന് പറയണം. ഇവിടെ പുരുഷന്മാർക്ക് റൈറ്റ്സ് ഉണ്ട്, സ്ത്രീകൾക്കും റൈറ്റ്സ് ഉണ്ട്. പക്ഷെ അത് മാന്യമായ രീതിയിലായിരിക്കണം എന്ന് മാത്രം. എന്താണ് നമുക്ക് ഈ ഒരു ചർച്ചയുടെ ആ ഒരു ഭാഗം ഒന്ന് കേട്ടു നോക്കാം. നമ്മുടെ രാഹുൽ ഈശ്വറിന് അവതാരകൻ ചെറിയ പണി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടോളൂ. അങ്ങനെ ബോച്ചെ ചോദിച്ചു വാങ്ങിയ പണിയാണോ ഇത്? കാരണം എന്നേ പിടിക്കേണ്ടതായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം ഈ നിഷ്പക്ഷരായ ആളുകൾ പറയുന്നത്. കാരണം അങ്ങേയറ്റത്തെ സഹികെട്ടുകൊണ്ട് ഗതികെട്ടുകൊണ്ട് ഒരു സ്ത്രീക്ക്, ഒരു അഭിനേത്രിക്ക് വന്ന് പോലീസിന്റെ നിയമപരമായിട്ടുള്ള നടപടിക്ക് അപേക്ഷ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. പ്രജീഷ്, 2 കാര്യങ്ങളാണ്. ഒന്ന് പാർവതി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു, ചിന്താചരവും പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷെ അത് പറയും, അതായത് തീർച്ചയായും ഒരു വ്യക്തിക്കുമെതിരെ അസഭ്യ പരാമർശങ്ങളോ മോശ പരാമർശങ്ങളോ പാടില്ല എന്ന കാര്യത്തിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. കുന്തി ദേവി എന്ന് പറഞ്ഞാൽ പോലും അത് ഇൻസിനുവേഷനും ഇനുവെന്റോയും എന്ന രീതിയിൽ ലീഗൽ ടേംസിൽ വരും. വ്യംഗ്യാർത്ഥത്തിലൂടെ ഒരാളെ അപമാനിക്കാനും അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ ഒരാളെ അപമാനിക്കാനും എന്നുള്ളത് നിയമത്തിന്റെ പരിധിയിൽ വരും. അതോടൊപ്പം ഒരു കാര്യം കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, ഫറാ ഷിബ്ല എന്ന് പറയുന്ന വളരെ പ്രമുഖയായ നമ്മുടെ അഭിനേത്രിയുടെ, കലാകാരിയുടെ ഈ വിഷയത്തിലുള്ള നിലപാടും കൂടി കേരളം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹണി റോസിനോട് പൂർണ്ണമായും എഗ്രി ചെയ്യുമ്പോഴും അവരുടെ പോരാട്ടത്തെ പൂർണ്ണമായും എഗ്രി ചെയ്യുമ്പോഴും പലപ്പോഴും സമൂഹത്തിൽ, ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെ വരുമെന്നറിഞ്ഞ് അതിന്റെ വിപണന സാധ്യത കണ്ടെത്തിയ വ്യക്തിയാണ് ഹണി റോസ് എന്നാണ് രാഹുൽ ഈശ്വർ അല്ല പറയുന്നത്, ഫറാ ഷിബ്ല എന്ന വ്യക്തി പറയുന്നത്. ഒരുപക്ഷെ ഫറാ ഷിബ്ലയുടെ വിമർശനവും കൂടി ഹണി റോസിനെ പോലുള്ള ഒരു ഉൾക്കൊള്ളണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. പലപ്പോഴും അവരുടെ വ്യത്യസ്ത രീതിയിലുള്ള വൾഗർന്ന് പൊതുസമൂഹം ചിലപ്പോഴെങ്കിലും വിളിക്കുന്ന വീഡിയോസും മറ്റും അവർ തന്നെ അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുള്ള നാടാണ് എന്ന് മറന്നു പോകരുത്. ഞാൻ ചോദിക്കട്ടെ, കാരണം എന്താണ് കോടതി എന്താണ് പറഞ്ഞത്? കോടതി പോലും കോടതിക്കോ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ കാണുന്ന അല്ലെ മറ്റ് ഏതെങ്കിലും തരത്തിൽ അവര് ഒരു എന്താ പറയാ ഏതെങ്കിലും അക്രമവാസനയൊന്നും ഉണർത്തുന്ന രീതിയിലല്ല ഒരാളുടെ ഡ്രസ്സ് ഇടുകയോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യം അനുശാസിക്കുന്ന ഒരു ഭരണഘടനയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. താലിബാൻ ഒന്നും അല്ല ഈ നാട്, താലിബാൻ അല്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. അതൊന്നും
അതിലൊന്നും സംശയമില്ല. പക്ഷെ ഫറാഷ് ഷിബിലയുടെ ഒരു ചോദ്യം ഞാൻ ഉയർത്തുന്നു. ഞാൻ പറഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധമായി പോകുന്നുള്ളതുകൊണ്ട് കൃത്യമായ ആ ചോദ്യം എന്റെ അല്ല, ഫറാഷ് ഷിബിലയുടെ ചോദ്യമാണ്. ഹണി റോസ് എന്താണ് ഈ കാണിക്കുന്നതെന്ന് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിൽ കാണുമോ എന്ന് സ്ത്രീയായ, വനിതയായ, യങ്ങായ ഇതേ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ചോദ്യം ഉയർത്തുന്നുണ്ട്. അപ്പൊ പാർവതി ചേച്ചിയുടെ കാര്യം വേറെയാണ്. അപ്പം പക്ഷേ ഹണി റോസിന്റെ അടക്കമുള്ള കോണ്ടെക്സ്റ്റിൽ ഇനോഗ്രേഷനുകൾ അടക്കമുള്ള സാധ്യതകളുടെ വിപണന സാധ്യതകൾ ഒരുപാട് അവർ എടുത്തുകൊണ്ട് പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ അവർക്കും ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ടത് യൂസ് ചെയ്യാവുന്ന എന്താർക്കാണ്? ഗോപി ചെമ്മണ്ണൂരിനാണല്ലോ. കാരണം ഹണി റോസിന്റെ വസ്ത്രം ഇതാണ് പ്രശ്നം, ഇതാണ് ഞാൻ ഉയർത്തിക്കാട്ടത്. അപ്പൊ ഈസി ആയിട്ട് കോടതിയിൽ നിന്ന് ഊരി പോവാമല്ലോ. അങ്ങനെ പറ്റില്ല. അല്ലല്ല, അങ്ങനെ പറ്റില്ല. കാര്യം ഇൻസിനുവേഷൻ ആണെങ്കിലും ഇനുവെന്റും ആണെങ്കിലും സെക്ഷുവലി കളേർഡ് റിമാർക്സ്, നേരത്തെ അങ്ങയുടെ തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ന്യായ സംഹിതയിലെ 75(1) 4ാമത്തെ ഉപവകുപ്പായി സെക്ഷുവലി കളേർഡ് റിമാർക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് സെക്ഷുവൽ ഹരാസ്മെന്റ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം, മോൺസ്റ്റർ എന്ന സിനിമയിൽ ഹണി റോസും ലാലേട്ടനും ഇതേ രംഗം തന്നെ മറ്റൊരു രീതിയിൽ ഇതിനേക്കാൾ സെക്ഷുവലി കളേർഡായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ പലപ്പോഴും ഇതിന്റെ വിപണന സാധ്യത വളരെയധികം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഹണി റോസിന് ക്ഷമിക്കാമായിരുന്നു. ഒരു പക്ഷേ പോലീസ് കേസിനപ്പുറം ഇന്നലെ തന്നെ ഞാനടക്കം പല കാളിയമർദ്ദനമാണല്ലേ ഈ കേസ് വേറെയാണ്. ക്ഷമിക്കാമായിരുന്നു, ഹണി റോസിന് ക്ഷമിക്കാമായിരുന്നു. എന്തൊരു വർത്തമാനമാണ്, എന്തൊരു വർത്തമാനമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഒരു സ്ത്രീക്ക് ക്ഷമിക്കാമായിരുന്നു, അല്ലെങ്കിൽ കേസിന്റെ ഇവിടെയൊക്കെ പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള സമൂഹത്തോട് എന്ത് നരേറ്റീവാണ് താങ്കൾ നൽകുന്നത്? അല്ല, അങ്ങനെയല്ലല്ലോ. ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂർ പരസ്യമായി തന്നെ ഹണി റോസിന് വിഷമമുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, അത് ക്ഷമിക്കണം എന്ന് പറയുന്നതിന്റെ ക്ഷമ അവർക്കൊരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. രണ്ട്, ഹണി റോസിനെ കുറിച്ച് ബാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ മോശമായ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം അങ്ങനെയല്ല, ഇത് ഇദ്ദേഹം തന്നെ വിളിച്ച് ഇദ്ദേഹത്തിന്റെ പെയ്ഡായി ഇനോഗ്രേഷന് പോയൊരു പരിപാടിക്ക് നടന്നൊരു സംഭവമാണ്. അദ്ദേഹം ആ പ്രയോഗം നടത്തിയ ശരിയല്ല. ഇനി കുന്തി ദേവി മഹാഭാരതമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് രാഹുൽ ഈശ്വരൻ ഈ പൊതുപരിപാടികളിലും അത്തരം ഈ ഇവന്റുകളിലും ഇവന്റ് മാനേജ്മെന്റ് പരിപാടികളൊക്കെ പോകുന്ന ആളാണല്ലോ. ഇങ്ങനെ കുറച്ച് ലൈക്കും കമന്റും ഒക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ഞാൻ മാർക്കറ്റിംഗിന്റെ ഭാഗമായി ഇത്തരം സ്ത്രീവിരുദ്ധത ടിപ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു മഹാമാന്യനെ പൂവിട്ട് പൂജിക്കണോ കേരളം? ഹണി റോസ് ഇങ്ങനെ അദ്ദേഹത്തോട് ക്ഷമ എന്ന 2 വാചകം ഉപയോഗിച്ച് ക്ഷമിക്കണമായിരുന്നോ എന്നാണോ അങ്ങ് പറയുന്നത്? ലജ്ജാകരമാണ് ശ്രീ രാഹുൽ ഈശ്വർ, ലജ്ജാകരമാണത്. ഒരു വരി മാത്രം പറഞ്ഞോട്ടെ, ഇതേ ഇനോഗ്രേഷന് ലൈക്കും കമന്റും കിട്ടാൻ വൾഗറായ രീതിയിൽ വസ്ത്രം ധരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഹണി റോസ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ലൈക്കും കമന്റും കിട്ടാനും ഷെയറും റീച്ചും കിട്ടാനും വൾഗറായ വസ്ത്രം ധരിച്ചു പോകുന്നവർക്ക് വസ്ത്രത്തിലും മിതത്വം വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാം. രാഹുൽ ഈശ്വർ, ഞരമ്പ് രോഗികൾ കമന്റ് ഇടുന്നവരുടെ അതേ ഭാഷയിലാണോ അങ്ങ് സംസാരിക്കുന്നത്? അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പിന്തുണയാണോ അങ്ങ്, അവർക്ക് കൊടുക്കുന്ന പൂച്ചണ്ടാണോ അങ്ങയുടെ ഈ സംഭാഷണങ്ങൾ? ആ വരികളൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഉണ്ടോ എന്ന് തോന്നിപ്പോവും. അത്തരത്തിലുള്ള മാന്യന്മാരെന്ന് പകൽമാന്യന്മാരായ കുറെ ആളുകൾ വന്ന കമന്റ് ഇട്ട ആളുകൾ ഇപ്പോൾ ഈ കേസ് വന്നതിന് ശേഷം എല്ലാം ഉറങ്ങിപ്പോയി. കേസ് നടന്നിട്ടുള്ള ഒരു വാഗ്വാദം, അതായത് രാഹുൽ ഈശ്വർ പറയുന്ന മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടനുമായിട്ട് ഇതിലും വൾഗറായിട്ടുള്ള സീനിൽ ഹണി റോസ് അഭിനയിച്ചിട്ടുണ്ട്. ഹണി റോസ് സെലിബ്രിറ്റിയാണ്. സംവിധായകൻ എന്താണോ പറയുന്നത് ആ സാധനം ചെയ്യുക തന്നെ ചെയ്യണം, അതിനാണ് പണം എണ്ണി മേടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു പൊതുപരിപാടിക്ക് വരുമ്പോഴത്തേക്ക് അവരും പൈസ കൊടുത്തിട്ടാണ് ഹണി റോസിനെ കൊണ്ടുവരുന്നത്. പക്ഷേ പൊതുവേദിയിൽ വെച്ചിട്ട് പൊതുമധ്യത്തിൽ വെച്ചിട്ട് ഡബിൾ മീനിങ് ഉള്ള ഈ ദ്വയാർത്ഥ പദമായിട്ടുള്ള ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും പറയാൻ ഒരു പക്ഷേ ചിലപ്പോൾ സ്പോട്ടിൽ പ്രതികരിക്കാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ എന്നാൽ അതിനുശേഷം വേണമെങ്കിൽ പ്രതികരിക്കാം, അല്ലെങ്കിൽ വിളിച്ചിട്ട് പറയാം ഇന്നതാണ് തെറ്റാണ്. എന്തായാലും ഇന്നലെ തന്നെ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഹണി റോസ് കേസ് കൊടുത്തത് വന്നപ്പോഴത്തേക്ക് തന്നെ ബോബി ചെമ്മണ്ണൂർ ക്ഷമ ചോദിക്കാം എന്ന് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇരുഭാഗം ഉണ്ടല്ലോ അല്ലേ, ഹണി റോസിനെ ന്യായീകരിക്കുന്നവരുണ്ടാവും, ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുന്നവരുണ്ടാവും. കാരണം ബോബി എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരുപാട് നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ. പക്ഷെ സ്ത്രീകൾക്കരുത്, അദ്ദേഹം പറയുന്നത് ഞാൻ ആ രീതിയിലല്ല സംസാരിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചാണെന്നാ. പക്ഷെ എന്നാൽ അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ആ ഒരു ദ്വയാർത്ഥ പദത്തോടു കൂടി തന്നെയാണ് അത് സംസാരിച്ചെന്നുള്ളത്. ഇനി ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് കേസ് കൊടുത്ത് എന്തിനാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഇനി വരും മണിക്കൂറുകളിൽ വാർത്തകൾ നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ ഈ രാഹുൽ ഈശ്വർ ഈ ന്യായീകരിച്ചത് ശരിയാണോ ഇല്ലയോ, അത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബോബി ചെമ്മണ്ണൂറിന് എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നോക്കാം.